ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, കുറച്ച് മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മപ്പാസ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കൊരു 10 വെണ്ടയ്ക്കയോളം എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ഓൾ ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അത് മുരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് പെട്ടെന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒന്ന് കിട്ടാൻ എളുപ്പത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കരിഞ്ഞു പോവാണ്ടിരിക്കാൻ സ്ലിമ്മിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇപ്പോൾ ചേർക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി മൂത്തതിന് ശേഷം ചേർക്കണമെങ്കിൽ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ആ വെള്ളം നല്ലപോലെ വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് തവിയും കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടെല്ലാം അടത്തേക്കാകുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലപോലെ വെള്ളം ചേർത്ത് കുറച്ച് ലൂസാക്കിയിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തേങ്ങാപ്പാലും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ലപോലെ വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എന്തായി എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഇത്തിരി കൂടി വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത്ര വെള്ളം മതിയെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ചാറാണ് വേണ്ടത് വെച്ചാൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ചിട്ടുള്ള
ഫ്രഷ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തിക്ക് തേങ്ങാപ്പാൽ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യണം കേട്ടോ. അതിൽ തിളപ്പിക്കാൻ പാടില്ലേ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 6 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അത്യാവശ്യം മീഡിയം തീയിൽ വെച്ചോളൂ. അപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വറവൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെണ്ടയ്ക്ക മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഈ വറുത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വറുത്ത കൂട്ട് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഇളക്കൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വയ്ക്കുക. ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താളിച്ചതിൻ്റെ ഉള്ളിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണവും ആ രുചിയൊക്കെ ആ കറിയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് എന്താണെന്നുള്ളത് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.